ബ്ലാസ്റ്റേഴ്സ് ഈ ചെയ്യുന്നത് ശരിക്കും ശരിയാണോ എന്നാണ് നിലവിൽ ആരാധകർ ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ISLൽ നിലവിലൊരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. അതായത് ISL ഇനി വരുവാനായിട്ട് പോകുന്ന 12ാം സീസൺ ഈ ഒരു വർഷം നടക്കുമോ, അതോ ഇനി മാറ്റി വെച്ച് പിന്നീട് താമസിച്ചായിരിക്കുമോ നടക്കുക, അതോ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 12ാം സീസൺ ഈ ഒരു വർഷം നടക്കത്തില്ലേ എന്നിങ്ങനെ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആരാധകർക്കിടയിലുണ്ട്, അല്ലെങ്കിൽ ആരാധകർക്ക് ഇതേ സംശയമായിട്ട് നിലനിൽപ്പുണ്ട്. അതിനിടയിൽ തന്നെയാണ് പല ISL ടീമുകളും ഡ്യൂറൻഡ് കപ്പിൽ നിന്ന് പിന്മാറുന്നത്. അതോടൊപ്പം തന്നെ പല ISL ക്ലബ്ബുകളിൽ ചില ക്ലബ്ബുകൾ തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു എന്താ പറയുക ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച് നിർത്തിവെച്ച ഒരു സാഹചര്യത്തിലേക്കും നീങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസിനെ ടീമിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അനുവദിച്ചതും ആരാധകർക്കിടയിൽ വളരെയധികം സംശയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളോട് തങ്ങൾക്ക് മറ്റ് ടീമുകളിൽ നിന്ന് ഓഫർ ഉണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിലങ്ങുതടിയായി നിൽക്കുകയില്ല, നിങ്ങൾക്ക് ടീം വിടാം എന്നൊരു തരത്തിലുള്ള ഒരു കാര്യം അത് വിദേശ താരങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നിലയിലാണ് ജീസസ് ജിമിനസ് ടീം വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് 3 താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇനി ബാക്കിയുള്ളത്. ഡുസാൻ ലെഗാട്ട്, അഡ്രിയാൻ ലൂണ ആൻഡ് നോഹ സദ്. ഈ 3 താരങ്ങളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിലുള്ളത്. എങ്കിൽ പോലും പല ആരാധകരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ISL നടക്കുമോ എന്ന സംശയത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം തങ്ങളുടെ താരങ്ങളെ ഹോൾഡ് ചെയ്യാതെ ടീം വിടാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ ഈ ഒരു താരങ്ങൾക്ക് ഒരു പകരക്കാരെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ISL സീസൺ നടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ടീമിലെത്തിക്കുക തന്നെ വേണം. ഇല്ലാതെ എന്താണ് ചെയ്യുക, കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതേസമയം മറ്റ് ISL ക്ലബ്ബുകളായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കൂടി 2 വിദേശ താരങ്ങളുടെ സൈനിങ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവർ ISL സീസണിന് വേണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പ്രിപ്പയർ ആവുന്നുണ്ട്. അതേസമയം ISL കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ കുറച്ച് ടീമുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ISL നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ടൈം പീരീഡിൽ വളരെ വലിയൊരു ബേർഡൻ തന്നെയായിരിക്കും മാനേജിൻ്റെ മണ്ടയിൽ വരുവാനായിട്ട് പോകുന്നത്. കാരണം ISL തുടങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താരങ്ങളെ നിലവിൽ ടീം വിടാനായിട്ട് അനുവദിക്കുന്നു. പിന്നീട് ISL നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഇവർക്ക് പകരക്കാരായിട്ട് പുതിയ താരങ്ങളെ പെട്ടെന്ന് ടീമിലേക്ക് എത്തിക്കേണ്ടതായി വരും. അതിനാൽ തന്നെ മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ വീണ്ടും ഒരു ISL സീസൺ കൂടി മോശം അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ കാണാനായിട്ട് വേണമെങ്കിൽ സാധിക്കാവുന്നതാണ്. സോ അതിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അതോറിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ISL ഇനി ഈ ഒരു വരുവാനായിട്ട് പോകുന്ന ISL സീസൺ നടക്കുമോ അതോ ഇല്ലയോ എന്നീ തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു മികച്ച തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരു മാനേജ്മെൻറ്റ് ഓപ്പണായിട്ടൊരു ഡിസിഷൻ എടുക്കുവാനായിട്ട് താരങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ISLൻ്റെ അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ പല താരങ്ങളും ടീം വിടുകയും അവസാനം ഇനി ISL നടക്കുമെന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തലയിൽ അത് വലിയൊരു ബേർഡനായിട്ട് മാറുകയും പിന്നീട് ഈ ഒരു വീണ്ടും ഒരു സീസൺ കൂടി ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാവുകയും മാത്രമേ ചെയ്യത്തുള്ളൂ. സോ അതിനാൽ തന്നെ ഒരു കൃത്യമായൊരു ഡിസിഷൻ ഉടൻ തന്നെ മാനേജ്മെൻറ്റ് എടുക്കണമെന്ന് തന്നെയാണ് പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും ഇനി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്ലൈ എന്നുള്ളതൊക്കെ തന്നെ.